ആഞ്ജനേയ സ്വാമി അടികൊള്ളൂരൻ സ്വാമി പയ്യാവിൽ വാഴും സ്വാമി കൊയ്യാതെ മാറ്റിടരികിൽ ഓടിയെത്തും തീരാത്ത വ്യാധികളും മൊഴിയാത്തോരാധികളും മന്ത്രശക്തിയാലെ മന്ത്രശക്തിയാലെ ആഞ്ജനേയ സ്വാമി അടികൊള്ളൂരൻ സ്വാമി ഹായ്, ഞാനുള്ളത് ഇപ്പം പയ്യാവിലാണ്. പയ്യാവ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൊടുപുഴ കല്ലൂര് പയ്യാവ് എന്ന് പറയുന്ന സ്ഥലം. കല്ലൂർ സ്കൂളിൻ്റെ അതിൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വരും. ഇതൊരു ഹനുമാൻ ക്ഷേത്രമാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഇവിടെ പൂജ നടക്കാറ്, ഉത്സവത്തോടനുബന്ധിച്ച്. അപ്പം ഇതിൻ്റെ കുടുംബക്ഷേത്രം പുതിയാപറമ്പിൽ എന്ന് പറയുന്ന ഈ ചേട്ടൻ്റെയാണ്. ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് നാരായണൻ. വർഷത്തിൽ ഒരു പ്രാവശ്യം പൂജകൾ നടക്കുന്നു. അത് പുറത്തുനിന്ന് നമ്മൾ ആളെ വിളിച്ച് കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ക്ഷേത്രം ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര കാലമായി ഓർമ്മയാണ്? ഇത് തുടങ്ങിയിട്ട് ഒരു 80 വർഷമെങ്കിലും. 80 വർഷമായിട്ടുണ്ടല്ലോ. അന്ന് പുതിയാപറമ്പിൽ കുടുംബം ഇവിടെ ഞങ്ങൾക്ക് വീതം കിട്ടിയനുസരിച്ച് ഇവിടെ വീട് വയ്ക്കാൻ നേരത്ത് പ്രശ്നം വെച്ചപ്പോൾ ഇതിലൊരു തേര് പോകുന്നുണ്ട്. അത് മാറ്റാൻ വേണ്ടി ഒരു തിരുമേനിയെ കൊണ്ട് പ്രശ്നം വെച്ചപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഒരു വനമായി കിടന്ന സ്ഥലത്ത് ഒരു മുനീശ്വരൻ ഇവിടെ ഹനുമാനെ പറ്റിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ പ്രശ്നത്തെ തെളിഞ്ഞതിൻ്റെ പേരിലാണ് അവിടെ ഒരു ഹനുമാൻ ക്ഷേത്രം വന്നെന്ന് ആ മുനീശ്വരൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇവിടെ ഒരു ഹനുമാന്റെ പ്രതിഷ്ഠ വന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ വീട് വെച്ചത്. അപ്പം കാലത്തും വൈകുന്നേരം വിളക്ക് വയ്ക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ളൊരു ഫ്രൂട്ട്സ് ഒക്കെ ഫലങ്ങളൊക്കെ കൊണ്ടൊന്നും വെക്കുന്നുണ്ട്. ചുറ്റുപാടുമുള്ള ആളുകൾ തൊഴാൻ പറ്റും. മെയിൻ വഴിപാടല്ല ഇവിടുത്തെ? മെയിൻ വഴിപാട് വടമാല, വെറ്റിലമാല, ഈ പിന്നെ പഴങ്ങൾ സമർപ്പിക്കുക. പിന്നെ എന്നാ മെയിനായിട്ട് ഇങ്ങനെ ആളുകൾ ഈ ചുറ്റുപാടുള്ള ആളുകൾ ഇങ്ങനെ 1-ാം തീയതി അങ്ങനെയൊക്കെ വരാറുണ്ട്. 1-ാം തീയതി അവര് പലപ്പോഴും വരും, വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു മാത്രം. പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാൽ നേരത്തെ ഉത്സവം നടത്തിക്കൊണ്ടിരുന്നു. കുറെ കാലം വെറുതെ കിടന്നു, വീണ്ടും തുടങ്ങിയതാണ്. ഇപ്പൊ ഉത്സവം നടത്തി തുടങ്ങിയിട്ട് ഒരു 10-12 വർഷമായി. അത് എല്ലാം ഉണ്ട്. കല്ലൂർക്കാടുള്ള തിരുമേനിമാരെ അവർ പരമ്പരാഗതമായിട്ട് ചെയ്യുന്നു. അവര് അന്ന് മുതലും ആ തിരുമേനിമാര. അതായത് ക്ഷേത്രം തുടങ്ങിയപ്പോൾ വേറെ ആളായിരുന്നു. ഇത് രണ്ടാമത് ഞങ്ങൾ വീണ്ടും കൊടുന്നപ്പോൾ കല്ലൂർക്കാടുള്ള തിരുമേനി. വൈകുന്നേരം ഞാനോ, രാവിലെ ഉല്ലാസം. എല്ലാ വർഷവും ഈ ഏപ്രിൽ 2-ാം തീയതി. ഏപ്രിൽ 2-ാം തീയതി ആയോ വരില്ല. അതായത് ഹനുമാൻ ജയന്തി. ഹനുമാൻ ജയന്തിക്കാണ്. ആഞ്ജനേയ സ്വാമി അടികൊള്ളൂരൻ സ്വാമി പയ്യാവിൽ വാഴും സ്വാമി കൊയ്യാതെ മാറ്റിടരികിൽ ഓടിയെത്തും തീരാത്ത വ്യാധികളും മൊഴിയാത്തോരാധികളും മന്ത്രശക്തിയാലെ മന്ത്രശക്തിയാലെ ആഞ്ജനേയ സ്വാമി അടികൊള്ളൂരൻ സ്വാമി
കലശതീർത്ഥം വരമായി നൽകുമോ ദേവാ അവിടുത്തെ സ്നേഹ കലശതീർത്ഥം ആഞ്ജനേയ സ്വാമി ഉള്ളോരൻ സ്വാമി പയ്യാവിൽ വാഴും സ്വാമി കുടിയാതിരുമായി ശ്രീധരി ചന്ദനവും കുങ്കുമവും തൊട്ടുവരുന്ന നെഞ്ചകമാകെ തെളിയും പൊന്നുഷത്തെ മുക്തിയോട്ടു ഞങ്ങളെന്നു മാലവിച്ചിടാതെ വയ്യാവിൻ പ്രാർത്ഥനകൾ തുറയായി ചേരുമോ ദേവാ കാത്തുമനച്ചോട്ടിലെ കാരുണ്യമേ തുണയായി ചേരുമോ ദേവാ കാത്തുമനച്ചോട്ടിലെ കാരുണ്യമേ ആഞ്ജനേയ സ്വാമി അടിമുള്ളോരൻ സ്വാമി പയ്യാവിൽ വാഴും സ്വാമി കൊയ്യാതെ മായ്ച്ചിരണം മനം നൊന്തു ഞാൻ വിളിച്ചാൽ എന്നരികിൽ ഒഴിയെത്തും തീരാത്ത വ്യാധികളും ഒഴിയാത്തൊരാധികളും മന്ത്രശക്തിയാലെ തീർത്തിടുമേ മന്ത്രശക്തിയാലെ തീർത്തിടുമേ മന്ത്രശക്തിയാലെ തീർത്തിടുമേ മന്ത്രശക്തിയാലെ തീർത്തിടുമേ മന്ത്രശക്തിയാലെ തീർത്തിടുമേ മന്ത്രശക്തിയാലെ തീർത്തിടുമേ. ഓം ഹം ഹനുമന്തായ ആഞ്ജനേയായ നമ. ഇപ്പം ഞാനുള്ളത് പയ്യാവെന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് തൊടുപുഴയിലെ കല്ലൂര് പയ്യാവെന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഇപ്പം നമ്മൾ സംസാരിച്ച ആ ചേട്ടൻ്റെ കുടുംബക്ഷേത്രമാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ചിട്ടാണ് ഇവിടെ പൂജകൾ നടക്കുന്നത്. ഇല്ലെങ്കിൽ 2 പ്രാവശ്യം കാലത്തും വൈകിട്ടും ഇവിടെ വിളക്ക് വെച്ച് ഇവർ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടുത്തെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് വടമാലയും വെറ്റിലമാലയുമാണ്. അതായത് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകൾ 2 ആണ് ഈ വടമാലയും വെറ്റിലമാലയും. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ കാളിയാർ പുഴയുടെ തീരത്താണ് ഈ ഹനുമാൻ സ്വാമി ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പം ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് ഈ വർഷം ഇവിടെ പൂജകൾ നടക്കുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. അതായത് ഹനുമാൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് ചിരഞ്ജീവിയാണ്. അതായത് ഈ നൂറ്റാണ്ടിലും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്നതാണ് വിശ്വാസം. അത് കാരണം ഇവിടെ ഈ ഉത്സവത്തിൽ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.